ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസസ് ഓഫ് റീമാൻ ഇൻ്റഗ്രബിൾ ഫങ്ഷൻസ്. ഇതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റെപ്പ് ഫങ്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളിന്നിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എവറി സ്റ്റെപ്പ് ഫങ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ഈസ് റീമാൻ ഇൻ്റഗ്രബിൾ. ഇതാണ് നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പോകുന്ന റിസൾട്ട്. എവറി സ്റ്റെപ്പ് ഫങ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ഈസ് റീമാൻ ഇൻ്റഗ്രബിൾ. സോ ആദ്യം നമ്മളൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്റ്റെപ്പ് ഫംഗ്ഷനെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇഫ് ജെ ഈസ് എ സബ് ഇൻ്റർവൽ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ഹാവിംഗ് എൻ പോയിൻറ്റ്സ് സി ലെസ് ദാൻ ഡി ആൻഡ് ഇഫ് phi j from a b to r be defined as phi j of x is equal to 1 if x element of j, 0 if x element of I minus j, then this phi j is Riemann integrable over AB and integral a to b phi j is equal to d minus c. ഇതാണ് ഇന്ന് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്ന റിസൾട്ട്. അപ്പോൾ ഇവിടെ phi j എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. നമുക്ക് നോക്കാം ഇതെന്താണെന്ന്. വി ഹാവ് ഇൻ്റർവൽ എ ബി. ഈ എ ബിയുടെ ഒരു സബ് ഇൻ്റർവെല്ലായിട്ട് നമുക്ക് സി ഡി എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ ഉണ്ട്. സോ J is a sub-interval of AB having n point C less than D. ഈ സി ഡി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ J എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ സി ഡി ഞാനിവിടെ ക്ലോസ്ഡ് ആയിട്ട് വരച്ചു എന്ന് വിചാരിച്ച് ഇത് ക്ലോസ്ഡ് ആവണമെന്ന് നിർബന്ധമില്ല. ഏത് സൈഡ് വേണമെങ്കിലും ഓപ്പൺ ആവാം. രണ്ട് സൈഡും കൂടി ഓപ്പൺ ആവണമെങ്കിൽ അങ്ങനെയും ആവാം. അതായത് ഈ J എന്ന് പറയുന്നത് ഒന്നുകിൽ ഓപ്പൺ ഇൻ്റർവെൽ സി ഡി ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്പൺ സി ക്ലോസ്ഡ് ഡി ആവാം, അല്ലെങ്കിൽ ക്ലോസ്ഡ് സി ഓപ്പൺ ഡി ആവാം, അതുമല്ലെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവൽ സി ഡി ആവാം. ഇതിലേതായാലും കുഴപ്പമില്ല. ഇനി phi j എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് വെച്ചാൽ എ ബി ആണ് phi jയുടെ ഡൊമെയിൻ. സി ഡിയിൽ മുഴുവനും ഫംഗ്ഷൻ്റെ വാല്യൂ 1, സി ഡിയുടെ പുറത്ത് മുഴുവനും ഫംഗ്ഷൻ്റെ വാല്യൂ 0. ഇങ്ങനെയാണ് ഈ phi j എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഈ phi j റീമാൻ ഇൻ്റഗ്രബിൾ ഓവർ എ ബി ആയിരിക്കും. മാത്രമല്ല phi jയുടെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് ഡി മൈനസ് സി ആയിരിക്കും. ജോമെട്രിക്കലി നമുക്കത് വ്യൂ ചെയ്യാൻ എളുപ്പമാണ്. കാരണം നമുക്കറിയാം ഏരിയ അണ്ടർ എ കർവിനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ എ ടു ബി phi j എന്ന് വെച്ചാൽ ഏരിയ അണ്ടർ phi j, ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഓഫ് phi j ഫ്രം എ ടു ബി എന്നാണ്. അപ്പോൾ ഇവിടെ എ തുടങ്ങി സി വരെയുള്ള ഭാഗത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ 0 സോ നമുക്ക് അവിടെ പ്രത്യേകിച്ച് ഏരിയ ഒന്നും കിട്ടുന്നില്ല. അതുപോലെ ഡി തുടങ്ങി ബി വരെയുള്ള ഭാഗത്തും ഫംഗ്ഷൻ്റെ വാല്യൂ 0 സോ ദർ ഈസ് നോ ഏരിയ. ഇനി ഫംഗ്ഷന് നോൺ സീറോ വാല്യൂ വരുന്നത് സി ഡിയിലാണ്. ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ 1 സോ നമുക്ക് ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിൾ ആണ് വരിക. സോ ദിസ് ഈസ് എ റെക്റ്റാങ്കിൾ വിത്ത് ബ്രെഡ്ത്ത് ഈക്വൽ ടു 1 ആൻഡ് ലെങ്ത് ഈക്വൽ ടു ഡി മൈനസ് സി. സോ 1 ടൈംസ് ഡി മൈനസ് സി ഇറ്റ് ഈസ് ഡി മൈനസ് സി. ഇനി നമുക്കിത് അനലിറ്റിക്കായിട്ട് പ്രൂവ് ചെയ്യണം. ജോമെട്രിക്കലി വ്യൂ ചെയ്യാൻ എളുപ്പമാണെങ്കിലും നമുക്കത് അനലിറ്റിക്കായിട്ട് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. സോ പ്രൂവ് ചെയ്യാനായിട്ട് ലെറ്റ് എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് പി ഡോട്ട് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ xi minus 1 xi closed interval xi minus 1 xi ti where I equal to 1 2 3 etc up to n be an arbitrary tagged partition of closed interval AB with norm of p dot less than delta, where delta is an arbitrary positive number. നമ്മളൊരു എപ്സിലൺ ചൂസ് ചെയ്തിട്ടുണ്ട്. എപ്സിലണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. റീമാൻ ഇൻ്റഗ്രബിലിറ്റിയുടെ ഡെഫിനേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ ഒരു ഡെൽറ്റ ഉണ്ടെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ എടുക്കുന്നത് ആർബിട്രറി നോമുള്ള, അതായത് ഡെൽറ്റ എന്ന് പറയുന്നത് ഏതോ ഒരു പോസിറ്റീവ് നമ്പർ, അതിനേക്കാൾ ചെറിയ നോമുള്ള ഒരു പാർട്ടീഷനാണ് പി ഡോട്ട് എന്ന് പറയുന്നത്. ടാഗ്ഡ് പാർട്ടീഷനാണ് പി ഡോട്ട്. നൗ if S phi j p dot Riemann sum of phi j with respect to the tagged partition p dot is defined as summation I equal to 1 to n phi j of ti xi minus xi minus 1. ഇതിൽ ഈ phi j of ti എന്ന് പറയുന്നത് നമുക്കറിയാം this phi j of ti is equal to 1 if ti is in j. സിക്കും ഡിക്കും ഇടയിലാണ്
ടി ഐ എങ്കിൽ നമുക്ക് ഫൈ ജെ ഓഫ് ടി ഐ 1 ആണ്, അല്ല എങ്കിൽ ഇതിൻ്റെ വാല്യൂ 0 ആണ്. സോ വെനെവർ ടി ഐ ഈസ് നോട്ട് ഇൻ ജെ, ഈ ഫൈ ജെ ഓഫ് ടി ഐ എന്ന് പറയുന്നത് നമുക്ക് 0 ആയിരിക്കും. ഇനി ടി ഐ ജെയിലുള്ളതാണെങ്കിൽ ഫൈ ജെ ഓഫ് ടി ഐ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 1 ആയിരിക്കുകയും ചെയ്യും. സോ നമുക്ക് പറയാൻ പറ്റും എസ് ഫൈ ജെ പി ഡോട്ടിൻ്റെ വാല്യൂ ഡി മൈനസ് സി മൈനസ് 2 മൈനസ് ഡെൽറ്റ അതിനും ഡി മൈനസ് സി പ്ലസ് 2 ഡെൽറ്റയ്ക്കും ഇടയിലായിരിക്കും. 2 ഡെൽറ്റ ഡി മൈനസ് സി മൈനസ് 2 ഡെൽറ്റ ദെൻ ഡി മൈനസ് സി പ്ലസ് 2 ഡെൽറ്റയ്ക്കും ഇടയിലായിരിക്കും ഈ ഫൈ ജെ ഓഫ് പി ഡോട്ടിൻ്റെ വാല്യൂ ഉണ്ടാവുക എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ എ ബി എന്ന് പറയുന്ന ഇൻ്റർവെൽ. ഇതിന് നമുക്കൊരു സബ് ഇൻ്റർവെൽ ഉണ്ട് സി ഡി. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എ ബിയുടെ ഒരു പാർട്ടീഷൻ എടുക്കുകയാണ് നമ്മൾ. ഇങ്ങനെ നമ്മളൊരു പാർട്ടീഷൻ എടുത്തു. പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ വേണ്ടത് ടാഗ്സ് ആണ്. സോ ഐ വിൽ ചൂസ് ടാഗ്സ്. ആദ്യത്തെ ഇൻ്റർവെല്ലിൽ ഇവിടെയാണ്, ഇതിനിവിടെ. ഇനി സിയെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇൻ്റർവെൽ നമുക്കിവിടെ ഉണ്ടാവും. അതിലെ ടാഗ് സിയെ കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു ഇൻ്റർവെല്ലിൻ്റെ ടാഗ് നമുക്ക് സിക്ക് മുമ്പാവാം അല്ലെങ്കിൽ സിക്ക് ശേഷമാവാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അസ്യൂം ചെയ്യാണ് അത് ഇവിടെയാണ് ഉള്ളത് എന്ന് അസ്യൂം ചെയ്യണം. ദെൻ അതുപോലെ ഇനി ഓരോ ഇൻ്റർവെല്ലിലും നമുക്കിതുപോലൊരു ടാഗ് ഉണ്ട്. ദെൻ വീണ്ടും ഡിയെ കണ്ടെയ്ൻ ചെയ്യുന്നൊരു ഇൻ്റർവെല്ലുണ്ട്. അതിലും നമുക്ക് ടാഗ് എന്ന് പറയുന്നത് ഇവിടെയാണുള്ളത് എന്ന് അസ്യൂം ചെയ്യാം. ദെൻ ഹിയർ ഓൾസോ ഐ ഹാവ് ടാഗ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരം ഈ സിക്ക് മുമ്പുള്ള എല്ലാ ടാഗുകൾക്കും ഫൈ ജെ ഓഫ് ടി ഐ എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ ഡിക്ക് ശേഷമുള്ള എല്ലാ ടാഗുകൾക്കും ഫൈ ജെ ഓഫ് ടി ഐ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ റീമാൻ സമ്മിൻ്റെയും ആ ഭാഗം മുഴുവനും 0 ആയിപ്പോവും. 0 ടൈംസ് എക്സ് ഐ മൈനസ് 1 എന്നല്ലേ വരിക. സോ ആ രണ്ട് ഭാഗവും നമുക്ക് 0 ആയിരിക്കും. ബാക്കി നമുക്കിനി ഫൈ ജെ ഓഫ് ടി ഐ നോട്ട് ഈക്വൽ ടു 0 വരുന്നത് ഇത്രയും ഭാഗത്താണ്. ഇവിടെ എന്താ സംഭവിക്കണേ നോക്കാം. ദിസ് ഇസ് സം എക്സ് കെ മൈനസ് 1. ദെൻ ഐ ഹാവ് എക്സ് കെ ഹിയർ, എക്സ് കെ പ്ലസ് 1, ദെൻ എക്സ് കെ പ്ലസ് 2. ഇങ്ങനെ പോയി ഇവിടെ എനിക്കൊരു എക്സ് ജെ ഉണ്ട് എന്ന് വിചാരിക്കുക. സോ ഇവിടെ നമുക്ക് ഫൈ ജെ ഓഫ് ടി ഐ ടൈംസ് എക്സ് ഐ മൈനസ് 1 എന്ന് പറയുമ്പോൾ ഫൈ ജെ ഓഫ് ടി ഐയുടെ വാല്യൂ 1 ആണ്. വാട്ട് വി ഹാവ് ഇസ് എക്സ് കെ മൈനസ് എക്സ് കെ മൈനസ് 1. ദെൻ അടുത്ത ഇൻ്റർവെൽ എടുക്കുമ്പോൾ എനിക്ക് എക്സ് കെ പ്ലസ് 1 മൈനസ് എക്സ് കെ എന്ന് വരും. സോ എക്സ് കെ ക്യാൻസൽ ചെയ്യും. അങ്ങനെ ലാസ്റ്റ് ഇൻ്റർവെല്ലായിട്ട് എനിക്ക് കിട്ടാൻ പോകുന്നത് എക്സ് ജെ മൈനസ് 1 ആണ്. ഇതിന് മുമ്പത്തെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് എക്സ് ജെ മൈനസ് 1 മൈനസ് എക്സ് ജെ മൈനസ് 2 ആയിരിക്കും. സോ എക്സ് ജെ മൈനസ് 1 വരെയുള്ള എല്ലാവരും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി നമുക്ക് ഉണ്ടാവുക എക്സ് ജെ മൈനസ് എക്സ് കെ മൈനസ് 1 എന്ന് പറയുന്ന ലെങ്ത്താണ് നമുക്ക് ആകെ ഉണ്ടാവുക. ഇനി ഈ പറയുന്നതും സി മൈനസ് ഡിയും തമ്മിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ടാവാൻ നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന പി ഡോട്ട് എന്ന് പറയുന്ന ടാഗ്ഡ് പാർട്ടീഷൻ്റെ നോമ് ലെസ് ദാൻ ഡെൽറ്റയാണ്. മീൻസ് ഇതിലെ ഓരോ സബ് ഇൻ്റർവെല്ലിൻ്റെയും ലെങ്ത്ത് ലെസ് ദാൻ ഡെൽറ്റയാണ്. സോ ഈ എക്സ് കെ മൈനസ് 1 നിന്ന് സി വരെ വരാൻ മാക്സിമം നമുക്ക് ഡെൽറ്റ ഡിസ്റ്റൻസേ ഉള്ളൂ. അതുപോലെ ഈ എക്സ് ജെയിൽ നിന്ന് ഡി വരെ പോകാനും നമുക്ക് ഡെൽറ്റ ഡിസ്റ്റൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. സോ ഈ എക്സ് ജെ മൈനസ് എക്സ് കെ മൈനസ് 1 എന്ന് പറയുന്ന ആ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്തും, അതായത് ഇത്രയും ഭാഗത്തിൻ്റെ ലെങ്ത്തും സി മൈനസ് ഡിയുടെ ലെങ്ത്തും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ലെസ് ദാൻ 2 ഡെൽറ്റയാണ്. ഓക്കെ, സോ ഇവിടെ ഈ എക്സ് ജെ മൈനസ് എക്സ് കെ മൈനസ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് റീമാൻ സമ്മാണ്. അതായത് എസ് ഫൈ ജെ പി ഡോട്ടാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കണേ. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് പ്രകാരം എസ് ഫൈ ജെ പി ഡോട്ടും ഡി മൈനസ് സിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ഡെൽറ്റയേക്കാൾ ചെറുതാണ്. ഓക്കെ, ഇതാണ് ഞാൻ ആദ്യം ഇവിടെ കൺസിഡർ ചെയ്യുന്ന കേസ്.
അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ AB, then we have CD here. നേരത്തെ പോലെ സിക്ക് മുമ്പുള്ള എല്ലായിടത്തും നമുക്ക് 5j of ti ഈക്വൽ ടു 0 ആണ്. ഡി കഴിഞ്ഞാലും 5j of ti 0 ആണ്. ദെൻ സിയെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇൻ്റർവെൽ നമുക്കുണ്ടാവും. ഇവരെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നേരത്തെ ഞാൻ എടുത്തത് സിയുടെയും പുറത്തായിരുന്നു ടാഗ്, ഡി കഴിഞ്ഞിട്ടായിരുന്നു ഇപ്പുറത്തെ ടാഗ്. ഇനി നമ്മൾ അങ്ങനെയല്ല എടുക്കാൻ പോണേ, ഇവിടെയാണ് ടാഗ് എന്ന് വിചാരിക്കുക. ഓക്കെ, സോ നമ്മൾ റീമാൻ സം കണ്ടുപിടിച്ച് വരുമ്പോൾ വി വിൽ ഗെറ്റ് ലെങ്ത് ഓഫ് ദിസ് ഇൻ്റർവെൽ. നേരത്തെ പോലെ ഒരു ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്താണ് നമുക്ക് S5JP ഡോട്ട്, അതായത് റീമാൻ സം ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഈ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്താണ് നമുക്ക് കിട്ടുക. ഇതും ഏതോ ഒരു XJ മൈനസ് XK മൈനസ് 1 ആണ്. ഇവിടെ നോക്കുക, സിയിൽ നിന്ന് ഇങ്ങോട്ട് എത്താനുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റയാണ്. അതുപോലെ ഈ ഡിസ്റ്റൻസ് ഡെൽറ്റയാണ്, ഡെൽറ്റയേക്കാൾ ചെറുതാണ്. അതുപോലെ ഡിയിൽ നിന്ന് ഇങ്ങോട്ട് എത്താനുള്ള ഡിസ്റ്റൻസും ലെസ് ദാൻ ഡെൽറ്റയാണ്. സോ സി മൈനസ് ഡിൻ്റെ കൂടെ മാക്സിമം 2 ഡെൽറ്റ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് കിട്ടും. അതായത് ഈ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്തും ഡി മൈനസ് സി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയും സി ഡി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്തും തമ്മിലുണ്ടാകാവുന്ന മാക്സിമം ഡിഫറൻസ് 2 ഡെൽറ്റയാണ്. സോ എഗെയിൻ വി ഹാവ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് S5JP ഡോട്ട് മൈനസ് ഡി മൈനസ് സി എന്ന് പറയുന്നത് ലെസ് ദാൻ 2 ഡെൽറ്റ എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. ഓക്കെ, സോ വി ഹാവ് ഡി മൈനസ് സി മൈനസ് 2 ഡെൽറ്റയ്ക്കും ഡി മൈനസ് സി പ്ലസ് 2 ഡെൽറ്റയ്ക്കും ഇടയിലായിരിക്കും S5JP ഡോട്ട് എന്ന് പറയുന്നത്. So we have absolute value of S5JP dot minus 2 delta, sorry, minus D minus C is less than 2 delta. So സാധാരണഗതിക്ക് നമുക്ക് SFP ഡോട്ട് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലൺ എന്നാണ് കിട്ടേണ്ടത്. ആ എപ്സിലണിൻ്റെ സ്ഥാനത്ത് ഇവിടെ 2 ഡെൽറ്റയാണ്. സോ 2 ഡെൽറ്റ എപ്സിലൺ ആവണം എന്ന് ചിന്തിച്ചാൽ ഡെൽറ്റ എന്ന് പറയുന്നത് എപ്സിലൺ ബൈ 2 ആയിട്ട് നമുക്ക് എടുക്കാം. സോ ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു എപ്സിലൺ ചൂസ് ചെയ്തിട്ടുണ്ട്. So if we choose delta less than or equal to epsilon by 2, then we get if P dot is a tagged partition of closed interval AB with a norm of P dot less than delta, then absolute value of S5JP dot minus D minus C is less than 2 delta. 2 delta is epsilon. മാത്രമല്ല ഇവിടെ എല്ലിൻ്റെ സ്ഥാനത്തുള്ളത് ഡി മൈനസ് സി ആണ്. സോ ഇൻ്റഗ്രൽ A to B 5J എന്ന് പറയുന്നത് D മൈനസ് സി ആയിരിക്കും. സോ എനി സ്റ്റെപ്പ് ഫംഗ്ഷൻ ഓഫ് ദിസ് ഫോം, അതായത് ഒരു സബ് ഇൻ്റർവെല്ലിൽ മാത്രം ഫംഗ്ഷൻ്റെ വാല്യൂ 1, അതിൻ്റെ പുറത്ത് മുഴുവനും ഫംഗ്ഷൻ്റെ വാല്യൂ 0, ആ ഫോമിലുള്ള ഏത് സ്റ്റെപ്പ് ഫംഗ്ഷൻ എടുത്താലും അത് റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എന്ന് നമുക്ക് കിട്ടി. മാത്രമല്ല അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്താണ് എന്നും നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മളൊരു പുതിയ വാക്ക് ഡിഫൈൻ ചെയ്യാണ്, എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻ. എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇസ് നത്തിങ് ബട്ട് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഓഫ് ദിസ് ഫോം. നമ്മളിപ്പോൾ പറഞ്ഞ 5J ഇതുപോലെയുള്ള സ്റ്റെപ്പ് ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻ. സോ J is a subinterval of closed interval AB having an point C less than D. If 5J from AB to R is defined as 5J of x equal to 1 if x element of J, 0 if x is an element of I minus J. Such functions are known as elementary step functions. അപ്പോൾ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത് എന്താണ്? എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻസ് ആർ റീമാൻ ഇൻ്റഗ്രബിൾ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ റീകോൾ ചെയ്യുകയാണ്. നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് എല്ലാ സ്റ്റെപ്പ് ഫംഗ്ഷനും റീമാൻ ഇൻ്റഗ്രബിൾ ആണെന്നാണ്. അതിന് നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ റീകോൾ ചെയ്യുകയാണ്. നമ്മൾ ഇൻ്റഗ്രൽസിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചിരുന്നു കഴിഞ്ഞ സെക്ഷനിൽ. ഇഫ് എഫ് ആൻഡ് ജി ആർ ഇൻ ആർ എ ബി, അതായത് എഫും ജിയും റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ അവരുടെ സമ്മ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. മാത്രമല്ല ഇൻ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ജി വിൽ ബി സെയിം ആസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് ജി. അതുപോലെ if f is Riemann integrable and k is some real number, then k times f is in RAB. f Riemann integrable ആണ്, k ഒരു സ്കെയിലാർ ആണെങ്കിൽ kf എന്ന് പറയുന്നതും Riemann integrable ആയിരിക്കും. മാത്രമല്ല integral a to b kf will be same as
കെ ടൈംസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ്. ഈ രണ്ട് റിസൾട്ടും നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സോ ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ എക്സാമ്പിൾ എടുക്കുകയാണ്. ജി ഫ്രം 0, 3 to r is defined as g of x equal to 2 if 0 less than or equal to x less than or equal to 1 and 3 if 1 less than x less than or equal to 3. അപ്പോൾ നമുക്കറിയാം ഇൻ്റർവെല്ലാണ് ഇതിൻ്റെ ഡൊമെയിൻ. രണ്ട് വാല്യൂസ് എടുക്കുന്നുള്ളൂ. ഓരോ വാല്യൂവും ഓരോ ഇൻ്റർവെല്ലിലാണ് എടുത്തിരിക്കുന്നത്. സോ ദിസ് ഈസ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാം. ഞാൻ ആദ്യം ഡിഫൈൻ ചെയ്യുന്നത് ഫൈ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 ഓഫ് എക്സ് എന്ന് വെച്ചാൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 മുഴുവനും ഫംഗ്ഷൻ്റെ വാല്യൂ 1, അതിന് പുറത്ത് മുഴുവനും ഫംഗ്ഷൻ്റെ വാല്യൂ 0. പിന്നെ ഞാൻ വേറൊരു എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്, ഫൈ ഓപ്പൺ 1 ക്ലോസ്ഡ് 3 ഓഫ് എക്സ്. അപ്പോൾ ഈ ഓപ്പൺ 1 ക്ലോസ്ഡ് 3 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1, അതിന് പുറത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ 0. ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. സോ ഈ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് 2 times ഫൈ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 എക്സ് പ്ലസ് 3 times ഫൈ ഓപ്പൺ 1 ക്ലോസ്ഡ് 3 ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവാം. സപ്പോസ് ദിസ് എക്സ് ഈസ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 3. ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 3 ഒന്നുകിൽ എക്സ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ് ഓപ്പൺ 1 ക്ലോസ്ഡ് 3 ഉണ്ടാവും. എന്തായാലും രണ്ടിലും കൂടി ഒരുമിച്ചുണ്ടാവില്ല. അപ്പോൾ എക്സ് ഇവിടെയാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് എക്സിൻ്റെ വാല്യൂ 2 ആണ്. നൗ 2 times, ഞാനിപ്പോൾ തൽക്കാലം ഈ രണ്ട് ഫംഗ്ഷൻസിനെയും ഫൈ 1 എന്നും ഫൈ 2 എന്നും വിളിക്കാം, എഴുതാനുള്ളൊരു സൗകര്യത്തിനാണ് കേട്ടോ. ഫൈ 1 ഓഫ് എക്സ് പ്ലസ് 3 times ഫൈ 2 ഓഫ് എക്സ്. ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. ദിസ് ഇസ് 2 times ഫൈ 1 ഓഫ് എക്സ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 സോ ഫൈ 1 ഓഫ് എക്സിൻ്റെ വാല്യൂ 1 പ്ലസ് 3 times ഫൈ 2 ഓഫ് എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ 0 ആണ് ഉണ്ടാവുക, കാരണം ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 ഫൈ 2 ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. സോ ദിസ് ഇസ് 2 times 1 പ്ലസ് 3 times 0 വിച്ച് ഇസ് സെയിം ആസ് 2. സോ ജി ഓഫ് എക്സും 2 ആണ്, ഈ പറയുന്ന ഫംഗ്ഷൻ്റെ വാല്യൂവും 2 ആണ്. ഇനി അതല്ല, എക്സ് ഓപ്പൺ 1 ക്ലോസ്ഡ് 3 വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതാണ് എടുക്കുന്നത്, ജി ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്ക് 3 ആയിരിക്കും. ഇനി ഇപ്പോൾ ഈ പറയുന്ന ഫംഗ്ഷൻ്റെ ആണെങ്കിലോ 2 times ഓപ്പൺ 1 ക്ലോസ്ഡ് 3 ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്, ഫൈ 1ൻ്റെ വാല്യൂ 0. സോ 2 times 0 പ്ലസ് 3 times 1 എന്ന് വരും, അതായത് ദിസ് ഇസ് ഓൾസോ 3. സോ ഓൾവേസ് ജി ഓഫ് എക്സ് ആൻഡ് 2 times ഫൈ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 എക്സ് പ്ലസ് 3 times ഫൈ ഓപ്പൺ 1 ക്ലോസ്ഡ് 3 എക്സ്, ഈ രണ്ട് ഫംഗ്ഷൻസിനും ഒരേ വാല്യൂ ആണ് നമുക്കുള്ളത്. സോ ബോത്ത് ഓഫ് ദം ആർ ഈക്വൽ. ഓക്കെ, സോ നമുക്കിപ്പോൾ കിട്ടുന്നത് ഇതാണ്. എവറി സ്റ്റെപ്പ് ഫംഗ്ഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻസ്. ഇതാണ് നമ്മൾ പറഞ്ഞ ഫംഗ്ഷൻസ്. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണിത്. സോ ഈ ഫംഗ്ഷനെ നമുക്ക് രണ്ട് എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി. ഇനി നമ്മൾ തിയറത്തിലേക്ക് കടക്കുകയാണ്. ഫൈ ഫ്രം എ ബി ടു ആർ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. ദെൻ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഫൈ ഈസ് റീമാൻ ഇൻ്റഗ്രബിൾ. ഫൈ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എന്ന് കാണിക്കണം. അതിന് സപ്പോസ് phi is a step function. So an arbitrary step function phi, this is phi, can be expressed as a linear combination of elementary step functions. So suppose ഈ phi എന്നുള്ളതിനെ നമുക്ക് summation I equal to 1 to n ki phi ji എന്ന് എഴുതാം എന്ന് കരുതാം. വേർ ki എന്ന് പറയുന്നത് k1 k2 etc k എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പ് ഫംഗ്ഷൻ അസ്യൂം ചെയ്യുന്ന ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് and ji's are the corresponding intervals. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എലമെൻ്ററി സ്റ്റെപ്പ് ഫംഗ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് നമ്മൾ ഈ സ്റ്റെപ്പ് ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. phi ji has n points ci less than di
and ki's are the values taken by phi on the subinterval ji. ഇവിടെ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എലമെൻ്ററി സ്റ്റെപ്പ് ഫങ്ഷൻസ് ആർ റീമാൻ ഇൻ്റഗ്രബിൾ. ഇവിടെ ഫൈ ജെ ഐകളെല്ലാം എലമെൻ്ററി സ്റ്റെപ്പ് ഫങ്ഷൻസ് ആണ്. സോ ദേ ആർ ഓൾ റീമാൻ ഇൻ്റഗ്രബിൾ. സോ ഫൈ ജെ ഐ എലമെൻറ്റ് ഓഫ് ആർ എ ബി ഫോർ ഐ ഈക്വൽ ടു 1 2 3 എക്സെട്ര അപ് ടു n. പിന്നെ നമ്മൾ റീകോൾ ചെയ്ത രണ്ടാമത്തെ പ്രോപ്പർട്ടി പ്രകാരം സ്കെയിലാർ മൾട്ടിപ്പിൾ ഓഫ് റീമാൻ ഇൻ്റഗ്രബിൾ ഫങ്ഷൻസ് ആർ റീമാൻ ഇൻ്റഗ്രബിൾ. അപ്പോൾ ഫൈ ജെ ഐകൾ റീമാൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് അവരുടെ സ്കെയിലാർ മൾട്ടിപ്പിൾസ്, അതായത് കെ ഐ ടൈംസ് ഫൈ ജെ ഐകളെല്ലാം റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. വീണ്ടും നമ്മൾ റീകോൾ ചെയ്ത ഒരു പ്രോപ്പർട്ടിയാണ് സം ഓഫ് റീമാൻ ഇൻ്റഗ്രബിൾ ഫങ്ഷൻസ് ആർ റീമാൻ ഇൻ്റഗ്രബിൾ. അപ്പോൾ എല്ലാ കെ ഐ ഫൈ ജെ ഐകളും റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ അവരുടെ സമ്മും റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. ഈ സമ്മാണ് നമ്മുടെ ഫൈ. സോ ഫൈ ഈസ് റീമാൻ ഇൻ്റഗ്രബിൾ. സോ വാട്ട് വി പ്രൂവ്ഡ് ഇസ് every step function on closed interval AB is Riemann integrable.